കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 239 ഖണ്ഡിക. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഭാഷ രണ്ട് പ്രധാന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ദൈവം സർവത്തിൻ്റെയും പ്രഥമ പ്രഭവമാണ്, സർവാതിശായിയായ അധികാരവുമാണ്. അതേസമയം നന്മസ്വരൂപനും തൻ്റെ മക്കളെല്ലാവരുടെയും മേൽ സ്നേഹ ജാഗ്രതയുള്ളവനുമാണ്. ദൈവത്തിൻ്റെ പിതൃവാത്സല്യം മാതൃത്വത്തിൻ്റെ പ്രതീകത്തിലൂടെയും പ്രദർശിപ്പിക്കാനാവും. അത് ദൈവവും സൃഷ്ടികളും തമ്മിലുള്ള സഹവാസവും ഗാഢബദ്ധവും പ്രകടിപ്പിക്കുന്നതിന് വളരെ സഹായകമാണ്. ഒരു വിധത്തിൽ മനുഷ്യന്റെ മുൻപിൽ ദൈവത്തിന്റെ ആദ്യ പ്രതിനിധികളായി നിൽക്കുന്ന മാതാപിതാക്കന്മാരുടെ മാനുഷിക അനുഭവത്തെ ആസ്പദമാക്കിയാണ് വിശ്വാസത്തിന്റെ ഭാഷ ഉത്ഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അനുഭവം മറ്റൊരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കന്മാർക്ക് തെറ്റുപറ്റുകയും അങ്ങനെ അവർ മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തേക്കാം. അതിനാൽ ദൈവം മാനുഷിക ലിംഗഭേദങ്ങൾക്കെല്ലാം അതീതനാണെന്ന സത്യം നാം അനുസ്മരിക്കണം. ദൈവം പുരുഷനുമല്ല സ്ത്രീയുമല്ല, ദൈവമാണ് അവിടുന്ന്. മാനുഷിക മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും പ്രഭവവും മാനദണ്ഡവും ദൈവമാണെങ്കിലും അവിടുന്ന് അവയ്ക്കെല്ലാം അതീതനാണ്. ദൈവം പിതാവായിരിക്കുന്ന പോലെ മറ്റാരും പിതാവല്ല. മുൻപാരും കേട്ടിട്ടില്ലാതിരുന്ന അർത്ഥത്തിൽ ദൈവം പിതാവാകുന്നുവെന്ന് യേശു വെളിപ്പെടുത്തി. സൃഷ്ടാവ് എന്ന നിലയ്ക്ക് മാത്രമല്ല അവിടുന്ന് പിതാവായിരിക്കുന്നത്, തൻ്റെ ഏകജാതനുമായുള്ള ബന്ധത്തിൽ അവിടുന്ന് എന്നേക്കും പിതാവാണ്. പുത്രനാകട്ടെ തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിലല്ലാതെ എന്നേക്കും പുത്രനാകുന്നില്ല. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. ഇക്കാരണത്താൽ അപ്പോസ്തലന്മാർ യേശുവിനെ വചനമായി അംഗീകരിച്ച് ഏറ്റുപറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അദൃശ്യ ദൈവത്തിന്റെ പ്രതിച്ഛായയും അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും അവിടുത്തെ പ്രകൃതിയുടെ പ്രതീരൂപവുമായി അവർ ഏറ്റുപറഞ്ഞു. അവർക്ക് ശേഷം സഭ അപ്പസ്തോലിക പാരമ്പര്യം പിന്തുടർന്ന് AD 325 സമ്മേളിച്ച ഒന്നാമത്തെ സാർവത്രിക സൂനഹദോസിൽ വെച്ച് പുത്രൻ പിതാവിനോട് കൂടെ ഏകസത്തയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതായത് അവിടത്തോടൊത്തുള്ള ഏക ദൈവമാണെന്ന്. AD 381 കോൺസ്റ്റാന്റിനോപ്പോളിൽ രണ്ടാമത്തെ സാർവത്രിക സൂനഹദോസ് വിശ്വാസ പ്രമാണത്തിന് രൂപം കൊടുത്തപ്പോൾ നിക്യ സൂനഹദോസിന്റെ ഈ പ്രയോഗം നിലനിർത്തുകയും ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു: ദൈവത്തിന്റെ ഏകജാതനും യുഗങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോടുകൂടെ ഏകസത്യയുമാകുന്നു. പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട പിതാവും പുത്രനും. മറ്റൊരു പാരക്ലേത്തയെ അഭിഷേകനെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് യേശു തന്റെ പെസഹായ്ക്ക് മുമ്പായി പ്രഖ്യാപിച്ചു. സൃഷ്ടി മുതൽ കർമ്മനിരതനും മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവനുമായ അവിടുന്ന് ഇനി ശിഷ്യന്മാരോടൊപ്പവും അവരിലും ആയിരിക്കും. അവരെ പഠിപ്പിക്കുന്നതിനും എല്ലാ സത്യത്തിലേക്കും അവരെ നയിക്കേണ്ടതിനുമാണത്. ഇങ്ങനെ യേശുവിനോടും പിതാവിനോടുമൊത്ത് മറ്റൊരു ദൈവിക വ്യക്തി ആയിട്ടാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിത്യമായ ഉത്ഭവം കാലത്തിലുള്ള അവിടുത്തെ ഐക്യപ്പെടലിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നു. പുത്രന്റെ നാമത്തിൽ പിതാവും പിതാവിലേക്ക് തിരിച്ചതിനു ശേഷം പുത്രനും വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാരുടെ മേലും സഭയുടെ മേലും അയച്ചു. യേശുവിന്റെ മഹതീകരണത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുടെ ഐക്യപ്പെടൽ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യത്തെ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന അപ്പസ്തോലിക വിശ്വാസം കോൺസ്റ്റാന്റിനോപ്പോളിൽ ചേർന്ന രണ്ടാം സാർവത്രിക സൂനഹദോസിൽ പ്രഖ്യാപിക്കപ്പെട്ടു. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രഖ്യാപനത്തിലൂടെ ദൈവത്തിന്റെ മുഴുവൻ പ്രഭാവമായി പിതാവിനെ സഭ അംഗീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിത്യോത്ഭവം പുത്രന്റെ ഉത്ഭവവുമായി ബന്ധമില്ലാത്തതല്ല. പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ദൈവവും പിതാവിനോടും പുത്രനോടുമൊപ്പം ഏകനും സമനുമായി ഒരേ സത്തയും ഒരേ പ്രകൃതിയുമുള്ളവനുമാണ്. എന്നിരുന്നാലും പരിശുദ്ധാത്മാവ് പിതാവിന്റെ മാത്രമോ പുത്രന്റെ മാത്രമോ ആത്മാവല്ല. ഒരേ സമയം അവിടുന്ന് പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാണ്. കോൺസ്റ്റാന്റിനോപ്പോൾ സൂനഹദോസിന്റെ വിശ്വാസ പ്രമാണത്തിൽ സഭ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: പിതാവിനോടും പുത്രനോടുമൊപ്പം അവിടുന്ന് ആരാധിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ലത്തീൻ സഭാ പാരമ്പര്യമനുസരിച്ച് വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നാണ് ചൊല്ലുന്നത്. 1438 ഫ്ലോറൻസ് സൂനഹദോസ് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിന് സത്തയും അസ്തിത്വവും ലഭിക്കുക ഒരേ സമയം പിതാവിൽ നിന്നും
പുത്രനിൽ നിന്നുമാണ്. ഒരേ നിശ്വാസത്തിൽ നിന്ന് ഒരേ പ്രഭവത്തിൽ നിന്ന പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നിത്യമായി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത്. ഒരേ നിശ്വാസനത്തിൽ നിന്ന് ഒരേ പ്രഭവത്തിൽ നിന്നെന്ന പോലെയാണ് പരിശുദ്ധാത്മാവ് നിത്യമായി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത്. പിതൃത്വം ഒഴികെ പിതാവിനുള്ളതെല്ലാം പുത്രനെ ജനിപ്പിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ഏകജാതന് നൽകിയിരിക്കുന്നു. പിതാവിൽ നിന്ന് നിത്യമായി ജാതനായ പുത്രനിൽ നിന്ന് പിതാവിൽ നിന്ന പോലെ നിത്യമായി പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു.